സ്വന്തം മക്കളോട് വേർതിരിവ് കാണിക്കുന്നത് വലിയ പ്രശ്നത്തിന് വഴിവെക്കും എന്ന് പലരും ചിന്തിക്കാറില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഒരു കുട്ടിയോട് കരുതൽ കൂടുതലും മറ്റ് കുട്ടികളുണ്ടെങ്കിൽ അവരോട് അത്രയും കരുതൽ കാണിക്കുവാൻ കഴിയാത്തതും, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ പ്രശ്നം ഏറ്റവും കൂടുതൽ കാണുന്നത് ആൺമക്കളോടും പെൺമക്കളോടുമുള്ള മനോഭാവത്തിലാകും. പെണ്ണിനോടൊരു അല്പം താല്പര്യക്കുറവില്ലെങ്കിൽ തന്നെ ആൺതരിയോടൊരു പ്രത്യേക സ്നേഹ കൂടുതൽ. ഇതൊരിക്കലും ശരിയല്ല. ഇതിന് യാതൊരു ന്യായീകരണവുമില്ല. കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ ന്യായം മനസ്സിലാകത്തുമില്ല. ഇങ്ങനെ അവഗണിക്കപ്പെട്ടു എന്ന് തോന്നിയിട്ടുള്ള പല കുട്ടികളും ഭയാനകമായി മറുതലിക്കുന്നത് പിന്നീട് കണ്ടിട്ടുണ്ട്. ഞാൻ മനഃശാസ്ത്രം പഠിപ്പിക്കുവാനുള്ള ശ്രമമല്ല കേട്ടോ, മറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ദുസ്ഥിതി ഒന്ന് വിവരിക്കുവാനുള്ള ശ്രമമാകും. യാക്കോബ് തൻ്റെ 12 മക്കളിൽ വെച്ച് യോസഫിനെ കൂടുതൽ സ്നേഹിച്ചു. അതിന് അവൻ്റേതായ ന്യായീകരണങ്ങളുമുണ്ട്. എന്നാൽ അത് പിന്നീട് അവന് വലിയ ഹൃദയവേദന ഉണ്ടാക്കി. ഇന്നത്തെ പാഠം മുതൽ നാം യോസഫിനെ കുറിച്ച് പഠിക്കുവാൻ പോവുകയാണ്. ഇന്നത്തെ ജീവസന്ദേശത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം ആണല്ലോ ഇനിയും നാം പഠിക്കുവാൻ പോകുന്നത്. അതിമഹത്തായ പാഠങ്ങൾ പറഞ്ഞു തരുന്ന മറ്റൊരധ്യായമാകുന്നു 37 അധ്യായം. ജീവനുള്ള സത്യദൈവത്തെ അറിഞ്ഞിട്ടും തങ്ങളുടെ വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ദൈവത്തിനെതിരെയും അന്യോന്യവും പാപം ചെയ്യുക വഴി ഒരു കുടുംബം മുഴുവൻ തകർന്നതിൻ്റെ വിവരണമാകുന്നു ഉൽപ്പത്തി പുസ്തകം 37 അധ്യായത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ അബ്രഹാമിനെക്കുറിച്ചും ഇസഹാക്കിനെക്കുറിച്ചും യാക്കോബിനെക്കുറിച്ചും മനസ്സിലാക്കിയിട്ട് നാം ഉൽപ്പത്തി പുസ്തകത്തിലെ ഈ ഒടുവിലത്തെ ഭാഗത്തേക്ക്, അതായത് 4ാമത്തെ ശ്രേഷ്ഠനായ വ്യക്തിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടം മുതൽ ഉൽപ്പത്തി പുസ്തകത്തിന്റെ അവസാനം വരെ യോസഫിനെ കേന്ദ്രീകരിച്ചുള്ള ഭാഗമാണ് നാം കാണുന്നത്. എന്നിരുന്നാലും യാക്കോബിന്റെ കുടുംബത്തെക്കുറിച്ച് ഇതിൽ വളരെയധികം പ്രതിപാദിക്കുന്നുണ്ട്. അബ്രഹാമിനോ ഇസഹാക്കിനോ മറ്റാർക്കുമോ നൽകിയിട്ടുള്ളതിലും അധികം അധ്യായങ്ങൾ യോസഫിന്റെ ജീവിതത്തെക്കുറിച്ച് പറയുവാൻ നൽകിയിട്ടുണ്ട് എന്നുള്ളത് വളരെ ചിന്തിപ്പിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. അത് എന്തെങ്കിലും പ്രത്യേക കാരണമില്ലാതെ അങ്ങനെ നൽകില്ലല്ലോ. അത് നാം നോക്കുന്നതായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ ആദ്യ കാലയളവിനെക്കുറിച്ച്, ആദിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതിലും കൂടുതൽ അധ്യായങ്ങൾ യോസഫിനെക്കുറിച്ച് പറയുവാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കാണുന്നതിനാൽ ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിയും യോസഫിന്റെ പ്രത്യേകത എന്താണ്, തിരുവചനത്തിൽ യോസഫിന്റെ പ്രാധാന്യത എന്താണ് എന്ന് ആലോചിക്കാതിരിക്കില്ല. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ അതേക്കുറിച്ച് ചിന്തിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞു എന്നെനിക്കറിയാം. ഒരുപക്ഷെ ഇതിന് പല കാരണങ്ങൾ കണ്ടെന്നിരിക്കാം. ഒരു കാരണം യോസഫിന്റെ ശ്രേഷ്ഠവും മാന്യവുമായ ജീവിതമായിരുന്നു. വളരെ മഹത്തായ ഒരു ജീവിതം. ഫിലിപ്പി ലേഖനം 4 അധ്യായത്തിന്റെ 8 വാക്യത്തിന്റെ ആ തനി പകർപ്പാണ് യോസഫ് എന്ന് വേണമെങ്കിൽ പറയാം. ഫിലിപ്പി ലേഖനം 4 അധ്യായത്തിന്റെ 8 വാക്യം ഓർക്കുന്നുണ്ടല്ലോ. അവിടെ പൗലോസ് പറയുന്നത്, ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സദ്ഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. നമ്മുടെ മുൻപിൽ ഏറ്റവും നല്ലതും സദ്ഗുണമുള്ളതും മഹത്തായതും കാണിക്കുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഓരോ മനുഷ്യനെക്കുറിച്ചും ദൈവത്തിൻ്റെ ചിന്ത അതാണ്. ദൈവത്തെ പ്രതിബിംബിക്കുന്നവർ അത് ഈ പറഞ്ഞ ഗുണഗണങ്ങളൊക്കെ ഉള്ളവർ മാത്രമാണ്. യോസഫിന്റെ ജീവിതം ഈ പറഞ്ഞതൊക്കെയാണ്. ഇനി രണ്ടാമതൊരു കാരണമുണ്ട്. അത് ആദ്യം ഞാൻ പറഞ്ഞതിനേക്കാളും ഉന്നതമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ആളത്വത്തിലും അനുഭവങ്ങളിലും യോസഫിനെ പോലെ സാമ്യമുള്ള മറ്റൊരു വ്യക്തിയും തിരുവചനത്തിൽ വേറെ എങ്ങുമില്ല. എന്നിട്ടും പുതിയ നിയമത്തിലെങ്ങും യോസഫിനെ ക്രിസ്തുവിന്റെ പ്രതീകമായി പറഞ്ഞിട്ടില്ല എന്നുള്ളത് ചിന്തിപ്പിക്കുന്നൊരു വസ്തുതയാണ്. ഈ സാമ്യം യാദൃച്ഛികമല്ല.
യോസഫിൻ്റെ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ സാമ്യങ്ങളിൽ പലതും നാം കാണുന്നതാണ്. ഏതാണ്ട് 30 സാമ്യങ്ങൾ ഞാൻ വിവിധ സമയങ്ങളിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിൽ കൂടുതൽ നിങ്ങൾ കണ്ടാൽ എനിക്ക് യാതൊരു അത്ഭുതവും തോന്നുന്നില്ല. അങ്ങനെ നാം ക്രിസ്തുവിങ്കിലേക്ക് നയിക്കുന്ന യാക്കോബിൻ്റെ വംശത്തിലേക്ക് വീണ്ടും വരികയാണ്. യോസഫിൻ്റെ സംഭവം ആരംഭിക്കുമ്പോൾ യാക്കോബ് കനാനിൽ ജീവിക്കുവാൻ ആരംഭിച്ചു കഴിഞ്ഞു. യാക്കോബിൻ്റെ ഭവനത്തിലെ വഴക്കിനുള്ള കാരണമാണ് ആദ്യം 37-ാം അധ്യായത്തിൽ പറയുന്നത്. 1-ാം വാക്യത്തിൽ കാണുന്നത്, യാക്കോബ് തൻ്റെ പിതാവ് പരദേശിയായി പാർത്ത ദേശമായ കനാൻ ദേശത്ത് വസിച്ചു. യാക്കോബ് തെക്കോട്ട് യാത്ര ചെയ്ത് ബേത്ലഹേമിൻ്റെ തെക്ക് ഹെബ്രോനിൽ വന്നു കാണും. ഇവിടെ എത്ര അബ്രഹാം തൻ്റെ ഭവനം പണിതത്. ഇത് കൂട്ടായ്മയുടെ സ്ഥലമാണ്. ഹെബ്രോൻ ദൈവവുമായുള്ള സംസർഗത്തിൻ്റെ സ്ഥലം. 2-ാം വാക്യത്തിൽ നാം കാണുന്നത്, യാക്കോബിൻ്റെ വംശപാരമ്പര്യം എന്തെന്നാൽ യോസഫിന് 18 വയസ്സായപ്പോൾ അവൻ തൻ്റെ സഹോദരന്മാരോടുകൂടെ ആടുകളെ മേയിച്ചുകൊണ്ടൊരു ബാലനായി തൻ്റെ അപ്പൻ്റെ ഭാര്യമാരായ ബിൽഹയുടെയും സിൽപ്പയുടെയും പുത്രന്മാരോടുകൂടെ ഇരുന്ന് അവരെക്കുറിച്ചുള്ള ദുശ്രുതി യോസഫ് അപ്പനോട് വന്ന് പറഞ്ഞു. യാക്കോബിനുണ്ടായിരുന്ന ഈ ഒരു കൂട്ടം പുത്രന്മാർ വാസ്തവത്തിൽ പ്രശ്നക്കാരായിരുന്നു. യോസഫും ബെന്യാമീനും അതിൽ പെട്ടില്ല എന്നോർപ്പിക്കട്ടെ. ദൈവം അവരെ പഠിപ്പിക്കുവാൻ ഉദ്ദേശിച്ചിരുന്ന പാഠം പഠിക്കുവാൻ ഇവർ നീണ്ട സമയമെടുത്തു. യാക്കോബിൽ നിന്നും ശ്രദ്ധ ഇനിയും യോസഫിന് കൊടുത്താണ് മുൻപോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഈ സംഭവം നടക്കുമ്പോൾ യോസഫിന് വെറും 17 വയസ്സ് മാത്രമായിരുന്നു പ്രായം. കൊച്ചുപയ്യൻ. ആടുകളെ മേയ്ക്കുവാൻ പോയിരുന്നവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞവൻ യോസഫായിരുന്നു. ബെന്യാമീൻ ഇപ്പോഴും ചെറിയ കുട്ടിയാണ്. അതുകൊണ്ട് അവൻ ഭവനത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് അമ്മയില്ലല്ലോ. അവൻ എപ്പോഴും ഭവനത്തിൽ തന്നെ ആണ് കഴിഞ്ഞിരുന്നത്. മറ്റുള്ള സഹോദരന്മാരെക്കുറിച്ച് അത്ര രസകരമല്ലാത്ത, കേൾക്കാൻ സുഖകരമല്ലാത്ത വിവരങ്ങൾ യോസഫ് തൻ്റെ പിതാവിന് നൽകി. അവർക്കത് രുചിച്ചില്ലെന്നത് തീർച്ചയാണ്. യോസഫ് പറഞ്ഞപ്പോൾ വീട്ടിലെ കാര്യമാണല്ലോ, അപ്പൻ അവരെ വിളിച്ച് ചോദിച്ചു കാണും. അത് അവർക്കത്ര രസിച്ചു കാണില്ല. അതുകൊണ്ട് തന്നെ അവരവനെ ശകാരിച്ചു കാണും. സമയം കിട്ടിയപ്പോഴൊക്കെ നുണയൻ എന്ന് വിളിച്ചു കാണും. ഉപദ്രവിക്കാവുന്ന സാഹചര്യത്തിലൊക്കെ ഉപദ്രവിച്ചും കാണും. സാധാരണ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വഴക്കുകളുണ്ടല്ലോ, അതുപോലൊക്കെ തന്നെ. 3-ാം വാക്യത്തിൽ നാം കാണുന്നു, യോസഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ചു. ഒരു നിലയങ്കി അവനുണ്ടാക്കിച്ചു കൊടുത്തു. യാക്കോബ് തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ തന്നെ ഈ പാഠം പഠിച്ചിരിക്കേണ്ടിയിരുന്നു. മക്കളിൽ ചിലരോടുള്ള സ്നേഹക്കൂടുതൽ കാണിക്കുന്നത് കുടുംബത്തിൽ പ്രശ്നം വിളിച്ചു വരുത്തുകയാണെന്ന് യാക്കോബ് അറിഞ്ഞതാണ്. തൻ്റെ പിതാവ് തൻ്റെ ജ്യേഷ്ഠ സഹോദരനോട് കൂടുതൽ സ്നേഹം കാണിച്ചത് നാം ഇതിനു മുൻപ് പഠിച്ചതാണല്ലോ. വിവേചനം കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് യാക്കോബിന് തന്നെ അറിവുള്ളതായിരുന്നു. അനുഭവിച്ചത്. വെറുതെ കേട്ടുള്ള അറിവായിരുന്നില്ല, അനുഭവിച്ചത്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വർഷങ്ങളിലൂടെ ആ കുടുംബത്തിലുണ്ടായി. ദുഃഖകരമായ പല സംഭവങ്ങളിലേക്കും അത് എത്തിച്ചേർന്നു. എന്നാൽ ഇവിടെ യാക്കോബ് അത് തന്നെ ആവർത്തിക്കുന്നു. അവന് അവൻ്റേതായ ന്യായീകരണം ഉണ്ടായിരിക്കാം. അവൻ്റെ വികാരം നമുക്ക് മനസ്സിലാക്കാം. അതായത് റാഹേലായിരുന്നു യാക്കോബ് ഏറ്റവും അധികം സ്നേഹിച്ച തൻ്റെ ഭാര്യ. അവൻ്റെ ജീവിതത്തിലെ ഒരേ ഒരു മനോഹരമായ കാര്യം അവൾ മാത്രമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളതിനോട് യോജിക്കുമെന്ന് എനിക്കറിയാം. യോസഫ് വാസ്തവത്തിലൊരു നല്ല കുട്ടിയായിരുന്നു. യാക്കോബ് അവനെ വളരെ ഏറെ സ്നേഹിക്കുന്നു. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ പക്ഷാഭേദപരമായ ഇടപെടലിന് ഇതൊന്നും ഒരു ന്യായീകരണമല്ല. യാക്കോബ് യോസഫിന് മാത്രമായി ഒരു നിലയങ്കി തയ്പ്പിച്ചു കൊടുക്കരുതായിരുന്നു. ഏതായാലും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി യാക്കോബ് അവനെ സ്നേഹിച്ചു. ഇതൊക്കെ അവന് ചെയ്തു കൊടുത്തു. ശരിയാണ്, പ്രത്യേക പരിഗണനയൊക്കെയുണ്ട്. പക്ഷേ മറ്റേ മക്കൾക്കും കൂടി അത് മനസ്സിലാകണമല്ലോ. എന്തിനാണിത് ചെയ്യുന്നത് എന്ന് മനസ്സിലാകണമല്ലോ. അത് മനസ്സിലാകുവാൻ കഴിവില്ലാതിരുന്ന അവരുടെ മുൻപിൽ ഇങ്ങനെ ചെയ്തപ്പോൾ അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് വഴിതെളിച്ചു.
4-ാം വാക്യത്തിൽ നാം കാണുന്നത്, അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അവൻ്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു. അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. തൻ്റെ പിതാവിൻ്റെ ഇഷ്ടപുത്രനായിരുന്നതിനാൽ സ്വാഭാവികമായും സഹോദരന്മാർ അവനെ വെറുത്തു. അവനോട് സമാധാനമായി സംസാരിപ്പാൻ പോലും സഹോദരന്മാർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടിതാ ഈ കുടുംബത്തിലും തമ്മിൽ തല്ല് നാം കാണുന്നു. ഒരു കാര്യം ഞാൻ പറയട്ടെ, ആരുടെ കുടുംബമായിരുന്നാലും ഈ പറഞ്ഞത് കൂടുതൽ പ്രശ്നത്തിലേക്ക് നയിക്കും. പാപം ജീവിതങ്ങളെ നശിപ്പിക്കും, കുടുംബങ്ങളെ നശിപ്പിക്കും, സമൂഹത്തെ നശിപ്പിക്കും. അതെ, പാപം രാഷ്ട്രങ്ങളെപ്പോലും നശിപ്പിക്കും. നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും രാഷ്ട്രത്തിലും ഇന്ന് ഇതല്ലേ പ്രശ്നം? പാപം. ദൈവം അതിനെ പാപമെന്ന് വിളിക്കുന്നു. ഈ ഒരൊറ്റ കാരണത്താൽ ഒരു സ്വസ്ഥതയുമില്ലാത്ത എത്രയെത്ര കുടുംബങ്ങളാണെന്നറിയാമോ? കുഞ്ഞുങ്ങളോട് വിവേചനാപരമായി ഇടപെടരുതേ, അത് പാപമാണ്. അങ്ങനെ ഇടപെട്ടതുമൂലം അസ്വസ്ഥത അനുഭവിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങളെ എനിക്കറിയാം. അങ്ങനെ സ്നേഹം ലഭിക്കാത്ത കുഞ്ഞുങ്ങൾ പിന്നീട് സമൂഹത്തിന് തന്നെ ഒരു ശാപമായിരിക്കും. പല കുഞ്ഞുങ്ങളും തങ്ങളുടെ അനുഭവം എന്നോട് പങ്കിടാറുണ്ട്. ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, ഒരുപക്ഷെ മാതാപിതാക്കൾ ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമായിരിക്കും. എന്നാൽ ഈ കുട്ടികൾക്കത് മനസ്സിലാകുന്നില്ല. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെയും മരുമക്കളെയും ഒരുപോലെ സ്നേഹിക്കുവാൻ പഠിക്കൂ. അതിനുവേണ്ട ദൈവകൃപയ്ക്കായി ദൈവത്തോട് അപേക്ഷിക്കൂ. ദൈവം നിങ്ങൾക്കത് നൽകുവാൻ മതിയായവനാണ്. ചില പ്രത്യേക സാഹചര്യത്തിൽ ചില കുഞ്ഞുങ്ങളെ സ്നേഹിക്കുവാൻ വളരെ എളുപ്പമാണ്. വളരെ സ്നേഹം ഒഴുകുന്ന വിധത്തിലുള്ള പെരുമാറ്റ രീതികൾ അവരിൽ നിന്ന് തന്നെ ലഭിക്കും. എന്നാൽ ചിലരെ സ്നേഹിക്കുവാൻ വളരെ പ്രയാസവുമാണ്. എന്നാൽ കുടുംബത്തിൻ്റെ ആ കെട്ടുറപ്പ് നാം മനസ്സിലാക്കി എത്ര ത്യാഗം സഹിച്ചിട്ടും കുടുംബത്തിൽ സ്നേഹം നിലനിർത്തണം. അങ്ങനെ നാം കാണുന്നത് യാക്കോബിന്റെ കുടുംബത്തിലെ വിവേചനത്തിന്റെ കാരണമായ യോസഫ് എന്ന കുട്ടിയാണ്. അവന്റെ അപ്പൻ അവനെ കൂടുതൽ സ്നേഹിച്ചു, വിവേചനം കാണിച്ചു. അതുകൊണ്ടെന്താ? സഹോദരന്മാർ അവനെ വെറുത്തു എന്നാണ് നാം വായിച്ചത്. 5-6 വാക്യങ്ങളിൽ അത് കൂടുതൽ വിവരിക്കുന്നു. യോസഫ് ഒരു സ്വപ്നം കണ്ടു. അത് തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചതുകൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു. അവൻ അവരോട് പറഞ്ഞത്, ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊള്ളുവിൻ. യോസഫിൻ്റെ സ്വഭാവം നമുക്കിവിടെ ഒന്ന് വിശകലനം ചെയ്തു നോക്കണം. തൻ്റെ സഹോദരന്മാരുടെ വെറുപ്പ് മാത്രമേ സമ്പാദിക്കുവാൻ കഴിയുകയുള്ളൂ എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് യോസഫ് തൻ്റെ സഹോദരന്മാരുടെ കുറ്റം ചെന്ന് പിതാവിനെ അറിയിച്ചത്? എനിക്ക് തോന്നുന്നത് ഈ ലോകം എത്രമാത്രം കാപട്യം നിറഞ്ഞതാണെന്ന് അവൻ അറിഞ്ഞിരിക്കില്ല എന്നത്രേ. തൻ്റെ സഹോദരന്മാർ എത്രമാത്രം മോശമാണെന്നും അവൻ അറിഞ്ഞില്ല. എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ഈ സമയത്ത് അവൻ നിഷ്കളങ്കനായ ഒരു ചെറിയ കുട്ടിയായിരുന്നു. മറ്റുള്ളവർക്ക് പെട്ടെന്ന് അവനെ കബളിപ്പിക്കാമായിരുന്നു. അവൻ ലോകത്തിൻ്റെ വഴികളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ വളരെയേറെ സമയമെടുത്തു. എന്നാൽ പിന്നീട് അവൻ അത് പഠിച്ചു എന്നത് തീർച്ചയാണ്. ഉന്നതനായ ഒരു ഭരണാധികാരിയായി അവൻ തീർന്നത് നാം കാണുവാൻ പോകുകയാണ്. ക്രമേണ മറ്റേതൊരു വ്യക്തിയെയും പോലെ ലോകത്തെക്കുറിച്ചും മനുഷ്യൻ്റെ ദുഷ്ടതയെക്കുറിച്ചും യോസഫ് അറിഞ്ഞിരുന്നിരിക്കണം. എന്നാൽ അത് ഈ പറഞ്ഞ സമയത്തായിരുന്നില്ല, അല്പം കഴിഞ്ഞായിരുന്നു. യോസഫിനെ യാക്കോബ് എപ്രകാരത്തിലാണ് സംരക്ഷിച്ചിരുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. അവൻ്റെ പിതാവ് തൻ്റെ സ്നേഹം മുഴുവൻ റാഹേലിൽ കേന്ദ്രീകരിച്ചിരുന്നു. ആദ്യമായി അവളെ കണ്ടപ്പോൾ തന്നെ യാക്കോബിൽ അവളോടുള്ള സ്നേഹമായി. അതിനുശേഷം അവളെ ലഭിക്കുന്നതിനായി യാക്കോബ് 14 വർഷം പണിയെടുത്തു. ഒരു വിധത്തിൽ പറഞ്ഞാൽ അടിമപ്പണി. തുടർന്ന് അനേക വർഷങ്ങൾക്ക് ശേഷമാണ് അവൾക്കൊരു കുട്ടിയുണ്ടായത്. അങ്ങനെ ഒടുവിലായി യോസഫ് ജനിച്ചു. യാക്കോബിന് എത്രമാത്രം സന്തോഷം നൽകിയ ഒരവസരമായിരുന്നിരിക്കണം അത്.
എന്നാൽ ഇപ്പോൾ റാഹേൽ ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് യാക്കോബ് തൻ്റെ സ്നേഹം മുഴുവനും കേന്ദ്രീകരിച്ചിരുന്നത് ഈ കുട്ടിയിലാണ്, യോസഫിൽ. അവൻ അങ്ങനെ ചെയ്തത് പ്രശ്നത്തിന് കാരണമായി, പക്ഷേ അതൊരു സ്വാഭാവിക കാര്യം തന്നെയായിരുന്നു. 37-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളിൽ ഈ സ്വപ്നത്തെ ചുറ്റിപ്പറ്റിയുള്ള വേറെ പ്രശ്നങ്ങൾ നാം കാണും. 37-ന്റെ 7-8. നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എൻ്റെ കറ്റയെ നമസ്കരിച്ചു. അവൻ്റെ സഹോദരന്മാർ അവനോട്, നീ ഞങ്ങളുടെ രാജാവാകുമോ? നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു. അവൻ്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവൻ്റെ വാക്ക് നിമിത്തവും അവനെ പിന്നെയും അധികം ദ്വേഷിച്ചു. അവർ എത്രമാത്രം പുച്ഛിച്ചു എന്ന് നിങ്ങൾക്ക് ഊഹിക്കുവാൻ കഴിയില്ലേ? അവൻ അവരെ ഭരിക്കുമെന്ന് അവർ വാസ്തവത്തിൽ വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ അവർക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യുവാൻ അവർ തയ്യാറുമായിരുന്നു. എന്നിട്ടും അവൻ്റെ ഈ സ്വപ്നം കാരണം അവർ അവനെ വെറുത്തു. ഇതുകൊണ്ട് സ്വപ്നം അവസാനിച്ചില്ല. ഇതാ വേറൊരു സ്വപ്നം. അവൻ മറ്റൊരു സ്വപ്നം കണ്ടു. തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചു, ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. അവൻ അത് അപ്പനോടും സഹോദരന്മാരോടും അറിയിച്ചപ്പോൾ അപ്പൻ അവനെ ശാസിച്ച് അവനോട്, നീ കണ്ട സ്വപ്നം എന്ത്? ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും സാഷ്ടാംഗം വീണ് നിന്നെ നമസ്കരിപ്പാൻ വരുമോ എന്ന് പറഞ്ഞു. അവൻ്റെ സഹോദരന്മാർക്കും അവനോട് അസൂയ തോന്നി. അപ്പനോ ഈ വാക്ക് മനസ്സിൽ സംഗ്രഹിച്ചു. അവൻ അവരോട് ഈ സ്വപ്നം അറിയിച്ചപ്പോൾ അവൻ എന്താണ് സംസാരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. യോസഫ് തങ്ങളെക്കുറിച്ച് തന്നെയാണ്, അതായത് ഇസ്രായേലിന്റെ പുത്രന്മാരെക്കുറിച്ചാകുന്നു പറയുന്നതെന്ന് ഈ സഹോദരന്മാർക്ക് മനസ്സിലായി. ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ ആരംഭമാണ് നാം ഇവിടെ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം വാസ്തവത്തിലൊരു പൂമൊട്ട് പോലെയാണ്. തിരുവചനത്തിലൂടെ നാം മുൻപോട്ട് പോകുമ്പോൾ ആ മൊട്ട് വിരിയുവാൻ തുടങ്ങും. ആ ഇതളം ഇവിടെ ഇതാ ഒരു മൊട്ട്. വെളിപ്പാട് പുസ്തകത്തിൽ നാം എത്തുന്നത് വരെയും അത് വിരിയുവാൻ പോകുന്നില്ല. ഇത് താമസിച്ച് വിരിയുന്ന ഇനത്തിൽപ്പെട്ടതാണെന്ന് തോന്നുന്നു. എന്നാൽ അത് അവിടെ വിടരും. എന്തെങ്കിലുമൊക്കെ ഊഹിക്കുവാൻ ശ്രമിക്കാതെ വാസ്തവത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നാം മനസ്സിലാക്കണം. ഇത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളപ്പോൾ നാം ഊഹിക്കേണ്ട കാര്യമേ ഇല്ല. യാക്കോബിന് ഈ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായി. അതുകൊണ്ട് അവൻ പ്രതികരിച്ചത് ശ്രദ്ധിച്ചില്ലേ? ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും സാഷ്ടാംഗം വീണ് നിന്നെ നമസ്കരിപ്പാൻ വരുമോ എന്ന് പറഞ്ഞു. അതിന് മറുപടിയായി യോസഫിന് ആകെ പറയുവാൻ കഴിയുന്നത്, എനിക്കറിയില്ലപ്പാ, ഞാൻ കണ്ട സ്വപ്നം അത് പറഞ്ഞു എന്ന് മാത്രം. അവൻ അത് വ്യാഖ്യാനിക്കുവാൻ ഒരുമ്പെട്ടില്ല. ഒരുപക്ഷെ ഈ സമയത്ത് അതിന് കഴിയുമായിരുന്നില്ല. അത് അവന് ഈ പറഞ്ഞതുപോലെ വ്യക്തമല്ലായിരുന്നു. അവൻ്റെ സഹോദരന്മാർ അതുപോലെ തള്ളിക്കളഞ്ഞു. അവർ അത് ശ്രദ്ധിച്ചതേയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും നടക്കുവാൻ സാധ്യതയുള്ള കാര്യമല്ല എന്നവർ ചിന്തിച്ചു. ഇതൊരു കുട്ടിക്കളി മാത്രം. അഥവാ അങ്ങനെ നമസ്കരിക്കേണ്ട ഒരു അവസരം വന്നാൽ അവർ അതൊട്ട് ചെയ്യത്തുമില്ല എന്നവർ തീരുമാനിച്ചു. അവരിൽ ഒരുത്തൻ പോലും യോസഫിനെ വണങ്ങുവാൻ പോകുന്നില്ലെന്ന് അവർക്ക് നിശ്ചയമുണ്ടായിരുന്നു. പൊട്ട സ്വപ്നമെന്ന് പറഞ്ഞ് അവർ അത് ചിരിച്ചു തള്ളിക്കാണും. എന്നാൽ യാക്കോബോ ഈ വാക്ക് മനസ്സിൽ സംഗ്രഹിച്ചു എന്നാണ് നാം വായിച്ചത്. പ്രത്യക്ഷത്തിൽ യാക്കോബ് യോസഫിനെ ശാസിച്ചു എങ്കിൽ തന്നെ ഈ സ്വപ്നങ്ങളിൽ എന്തോ ഒന്നുണ്ട് എന്ന് യാക്കോബ് തന്റെ മനസ്സിൽ കണ്ടു കാണും. ഇതുമായി ബന്ധപ്പെട്ട് സാധാരണ നാം കേൾക്കാറുള്ള ഒരു സംശയം കൂടി ഇപ്പോൾ ഇവിടെ ഒന്ന് വിശകലനം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ കാലങ്ങളിൽ ദൈവം മനുഷ്യനോട് സ്വപ്നങ്ങളിൽ കൂടി സംസാരിക്കുന്നുണ്ടോ? ചിലരൊക്കെ കണ്ടു എന്ന് പറയുന്നതും കേട്ടു എന്ന് പറയുന്നതും എല്ലാം ദൈവം സംസാരിച്ചതാണോ അതോ മറ്റെന്തെങ്കിലുമാണോ? ഇതൊക്കെ എങ്ങനെ ഒന്ന് തരം തിരിച്ചറിയും? പലരും വളരെ ആത്മാർത്ഥതയോടെയാണ് ഈ അനുഭവങ്ങൾ പറയാറുള്ളത്.
അവർ ഉദ്ദേശിക്കുന്ന കാര്യമല്ല അത് എന്നവരോട് പറഞ്ഞാൽ അവർ മുഷിഞ്ഞു പോകുന്നത് സാധാരണ കണ്ടിട്ടുണ്ട്. അതൊക്കെ തെറ്റാകുന്നു, തോന്നലുകളാകുന്നു എന്ന് എങ്ങനെ അവരോട് പറയാൻ കഴിയും? പഴയ നിയമത്തിൽ പല പ്രാവശ്യം നാം കാണുന്ന ഒരു കാര്യം എന്തെന്നാൽ, ദൈവം വിശ്വാസികളോടും അവിശ്വാസികളോടും സ്വപ്നത്തിലൂടെ ആശയവിനിമയം നടത്തിയിരുന്നു എന്നത്രേ. എന്നാൽ പുതിയ നിയമത്തിൽ ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചാൽ സ്വപ്നത്തിലൂടെ ദൈവം മനുഷ്യനോട് ആശയവിനിമയം നടത്തുന്നത് നാം കാണുന്നില്ല. ദൈവം ദർശനം നൽകുന്നത് പലയിടത്തും നാം കാണുന്നുണ്ട്. അതെല്ലാം സ്വപ്നങ്ങളല്ല എന്ന് മറക്കരുത്. സ്വപ്നത്തിലൂടെ ദൈവം തങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്കുള്ള ആലോചനകൾ നൽകി എന്ന് ആരെങ്കിലും ഇന്ന് അവകാശപ്പെട്ടെന്നാൽ നാം വളരെ സൂക്ഷ്മതയോടെ വേണം അത് വിശ്വസിക്കേണ്ടത്, അതിനെ കൈകാര്യം ചെയ്യേണ്ടത്. കാരണം സ്വപ്നങ്ങൾ സ്വയത്തിൻ്റെ പ്രലോഭനത്തിലും സാത്താൻ്റെ സ്വാധീനത്തിലും ഉണ്ടാകാവുന്നതാണ് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. യെരമ്യാ പ്രവചനം 23 അധ്യായത്തിൻ്റെ 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ അത് നമുക്ക് കാണുവാൻ സാധിക്കും. എനിക്ക് താല്പര്യമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ വേണ്ടി ദൈവത്തെ കൂട്ടുപിടിക്കുന്നത് മാത്രമാണ് അങ്ങനെയുള്ള സ്വപ്നങ്ങൾ. സത്യാന്വേഷികളായ പലരും ചില പ്രത്യേക സ്വപ്നം കണ്ടതിനാൽ ക്രിസ്തുവിങ്കിലേക്കും ദൈവവചനത്തിലേക്കും അടുത്തു വന്നതിനെക്കുറിച്ചുള്ള ഒട്ടനേകം അനുഭവ കഥകൾ താങ്കൾ കേട്ടിരിക്കും, വായിച്ചിരിക്കും. അപ്പോൾ അതെന്താണ്? അതിൻ്റെ ഉറവിടം ദൈവമല്ലേ എന്നാണ് വാദം. എന്നാൽ ഈ പറഞ്ഞവരൊക്കെ ഒടുവിൽ രക്ഷകനിലേക്ക് വന്നത് ദൈവവചനത്താലാകുന്നു എന്നത് മറച്ചുവെക്കുവാൻ കഴിയാത്ത യാഥാർത്ഥ്യമാകുന്നു. തൻ്റെ ഹിതം മനസ്സിലാക്കി കൊടുക്കുന്നതിനായി ദൈവവചനം ലഭ്യമല്ലാത്ത ഇടങ്ങളിൽ ദൈവം സ്വപ്നങ്ങളിലൂടെ സംസാരിക്കുന്നു എന്നത് ദൈവത്തിൻ്റെ പരമാധികാരത്തിൽപ്പെട്ട വസ്തുതയാണ്. അത് എപ്പോൾ, എവിടെ എന്നുള്ളത് അവനാണ് തീരുമാനിക്കുന്നത്. വചനം ലഭ്യമല്ലാത്തത് എന്നതുകൊണ്ട് അനേകം അർത്ഥങ്ങളുണ്ടാകാം. പുസ്തകം കയ്യിൽ ഇരുന്നു എന്നതിനാൽ നാം ഗ്രഹിക്കണമെന്നില്ലല്ലോ. ഹൃദയം കഠിനപ്പെടുത്തിയതിനാൽ വചനം ഉള്ളിലിറങ്ങാതിരിക്കുമല്ലോ. എന്നാൽ ഇന്ന് പൊതുവെ ദൈവം സംസാരിക്കുന്ന വിധം തൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചു തരുമ്പോളാകുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ തൻ്റെ ഹിതം നമ്മെ അറിയിക്കുന്നു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, വചനാടിസ്ഥാനമല്ലാത്ത സ്വപ്നങ്ങൾ ദൈവത്തിൽ നിന്നുമല്ലെന്ന് സാരം. യോസഫ് കണ്ട സ്വപ്നം അവനുപോലും അന്നേരം മനസ്സിലായില്ല. എന്നാൽ പിന്നീട് മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ പോലും വ്യാഖ്യാനിക്കുവാനുള്ള കഴിവ് ദൈവം യോസഫിന് നൽകി എന്ന് നാം കാണുന്നതാണ്. സ്വപ്നത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത് പലർക്കും ഉൾക്കൊള്ളുവാൻ പ്രയാസമായിരിക്കും, ഇല്ലേ? സാരമില്ല, അല്പം കൂടി യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിച്ചാട്ടെ. ഞാൻ പറഞ്ഞത് ദൈവവചനാടിസ്ഥാനത്തിലല്ലാത്ത സ്വപ്നങ്ങൾ ദൈവത്തിൽ നിന്നും ആകില്ല എന്നത്രേ. പലരും സ്വപ്നം കണ്ടതുകൊണ്ട് ഒരുതരം സ്വപ്നലോകത്തിൽ അങ്ങ് ജീവിച്ച് ജീവിതം മുഴുവൻ പാഴാക്കുകയാണ്. ദൈവം പറഞ്ഞതാണ് എന്ന് ശഠിക്കുന്നതിന് മുൻപ് അത് ദൈവവചനത്തിന് ചേരുന്നതാണോ എന്നുകൂടി ചിന്തിക്കണം. പലരും മറ്റുള്ളവരെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ് അതൊരു ഉപജീവന മാർഗം തന്നെ ആക്കാറുണ്ട്. അതിനെയാണ് ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നത്. ഈ സ്വപ്നങ്ങൾക്ക് പുറകെ പോകാതെ വ്യക്തമായി ബൈബിളിൽ പറഞ്ഞിരിക്കുന്നവ തിരിച്ചറിഞ്ഞ് അതിൽ സന്തോഷിച്ചാട്ടെ. ഇന്നത്തെ പഠനം നിങ്ങൾക്ക് പ്രയോജനകരമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനം ഞങ്ങൾക്ക് ഓരോ ദിവസവും നൽകി തരുന്നത് ഓർത്ത് സ്തോത്രം. നിന്റെ വചനം അനുസരിച്ച് ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ. വചനത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന എല്ലാ പ്രവണതകളും ഞങ്ങളിൽ നിന്ന് അവിടുന്ന് നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങൾ എത്ര സൂക്ഷ്മതയോടെ, എത്ര ദൈവഭയത്തോടെ ആയിരിക്കണമെന്ന് ഞങ്ങൾ യാക്കോബിൻ്റെ ജീവിതത്തിൻ്റെ, അവൻ്റെ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നും പഠിച്ചു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള ദൈവകൃപ തരണമേ. ഇന്ന് വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ ശ്രദ്ധാലുക്കളായി തീരുവാൻ മാതാപിതാക്കളെ നീ ഒരുക്കണമേ. ഞങ്ങളെ തുടർന്നും
നിൻ്റെ ഇഷ്ടത്തിൽ മാത്രം നിർത്തണമേ. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ദൈവ സാന്നിധ്യം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ.